സാഹചര്യമൊന്നും സാറിനോട് വിശദീകരിക്കേണ്ട സാഹചര്യമില്ല. ഇന്ന് ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒന്നാണ്, റെജി ലൂക്കോസ് അത് സമ്മതിച്ചു തന്നിട്ടില്ല, ജനങ്ങൾ തന്നെയാണ് ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും എന്നാണ്. ആ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ കയ്യടിയും താങ്കൾ കേട്ട് കാണാം. അപ്പോൾ ഇതിനൊരു റിവേഴ്സ് എഫക്റ്റും ഉണ്ടാകാം. ഈ പറയുന്നത് പോലെ ചെന്നിത്തലയും അല്ലെങ്കിൽ സതീശനും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോയാൽ അത് തമ്മിലടിച്ച് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിപ്പെട്ടേക്കാം. ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. അതായത് അഭിലാഷേ, UDF അധികാരത്തിൽ വരണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്ന സഭാ നേതാക്കൾ കൂടി വരികയാണ്. പണ്ട് ഈ ഐക്യജനാധിപത്യം വേണ്ടി രൂപീകരിച്ചപ്പോഴ് റെജി ലൂക്കോസിന്റെ പാർട്ടി കളിയാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? സമുദായ സംഘടനകളുടെ ഫെഡറേഷനാണ് UDF എന്നാണ്. അത് പുതിയ കാര്യമല്ല, പഴയ കാര്യമാണ്. അപ്പൊ സമുദായ സംഘടനകളുടെ ഫെഡറേഷൻ എന്ന് UDFനെ അന്ന് ഒരു 30 വർഷം 40 വർഷം മുമ്പ് പരിഹസിച്ചു എന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിപ്പോഴും പ്രസക്തമാണെന്നുള്ളതാണ്. ആരെ വേണേ ക്ഷണിച്ചോട്ടെ. എന്താ CPM നേതാക്കളെ ക്ഷണിക്കാത്ത? മുഖ്യമന്ത്രിയുണ്ട്, 19 മന്ത്രിമാരുണ്ട്, സ്പീക്കറുണ്ട്, ആരും ക്ഷണിക്കുന്നില്ല. എന്താ കാര്യം? ഇനി ക്ഷണിച്ചിട്ട് കാര്യമില്ല. കാരണം അവരിനി അധികാരത്തിൽ വരില്ല. അധികാരത്തിൽ വരുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ, കോൺഗ്രസോ അല്ലെങ്കിൽ ലീഗോ ആരും ആയിക്കോട്ടെ, UDF ആണ് അധികാരത്തിൽ വരുന്നത്. ആര് വേണേ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥ, ആ സാഹചര്യം ദയവായിട്ട് നിങ്ങൾ തല്ലുകൂടി കളയരുത് എന്നൊരു സഭാ നേതാവ് പറഞ്ഞാൽ അത് 101% കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കണം. അതാണ് കൈയടിച്ചത്. അവിടെ കൈയടിച്ചത് അവര് UDFനുള്ള താല്പര്യം കൊണ്ടാ. കൂവല്ലല്ലോ ചെയ്തത്, നിശബ്ദമാനിച്ചില്ലല്ലോ. കൈയടിച്ചത് എന്തുകൊണ്ടാണ്? പിതാവ് പറയുന്നത് ശരിയാണ്, അത് കോൺഗ്രസ്സുകാർ കേൾക്കണം. ഇത് പുതുമയുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാല് കോൺഗ്രസിന്റെ മാത്രമല്ല, ഇപ്പൊ CPMന് ഇപ്പൊ ഇവരെ വിളിക്കാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇവര് പറയുന്നത്. ഇവരെ വിളിച്ചിരുന്നെങ്കിലോ CPMനെ, ജമാഅത്തെ ഇസ്ലാമി മാത്രം ഞാൻ പറയാം, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുമോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് പെട്ടെന്ന് ഭയക്കും. ഉടനെ പെട്ടെന്ന് കോൺഗ്രസ് കൂട്ടുകൂടില്ല. എന്താ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടിയ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തി കഴിഞ്ഞു. ആ തിരുത്തിയ ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ കൊടുത്തു. ആ LDFന് പണ്ട് എങ്ങനെയാ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പകുതിയും പകുതിയാ കൊടുക്കുക, പകുതി UDF പകുതി LDF. ഒരു ഘട്ടത്തിലായപ്പോ LDFന് പൂർണ്ണ പിന്തുണ കൊടുത്തു. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. CPM അല്ലല്ലോ സമുദായ സംഘടനകളുടെ മേന്മ തീരുമാനിക്കുന്നത്, CPM ആ. നാളെ അവര് പറയാണ് ജമാഅത്തെ ഇസ്ലാമി ക്ലീൻ എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും കൈയടിക്കുക, കോൺഗ്രസ് പറഞ്ഞാൽ കൈയടിക്കില്ല. ആ നിലപാടിന് പറ്റില്ലെന്ന് തീരുമാനമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ജാമിയ നൂരിയ സമ്മേളനത്തില് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, ഒരു താരപരിവേഷം ഉണ്ടല്ലോ. അപ്പൊ എന്നാ പിന്നെ വാർത്താ പ്രാധാന്യവും കിട്ടും. ഇനി അത് മാത്രമല്ല, സമുദായ സംഘടനകളാണെങ്കിലും ഘടകകക്ഷികളാണെങ്കിലും സമ്മർദ്ദ തന്ത്രത്തിലെ എക്കാലും ഒരുപോലാണ്. സമ്മർദ്ദ തന്ത്രമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ക്ഷണിക്കുമ്പോൾ ഞങ്ങളിതാ ഇന്നയാളെ ക്ഷണിച്ചു, അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ നാളെ ക്ഷണിക്കണമെങ്കിൽ എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യചിഹ്നം ഇടാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ട് തഴമ്പിച്ച കോൺഗ്രസ് ആണ് ഇവിടെ മുഖ്യമന്ത്രി ആയതും ഭരിച്ചതും ഒക്കെ. ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കരുണാകരനെ വാനോളം പോറ്റിയ സഭാ നേതാക്കളായാലും സമുദായ സംഘടനകളായാലും അവരുടെയൊക്കെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് AK ആന്റണി പിന്നെ മുഖ്യമന്ത്രിയായത്. അപ്പൊ അതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് സമുദായ സംഘടനാ നേതാക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അന്നന്നത്തെ സാഹചര്യം മാത്രമായിട്ട് കണക്കാക്കുക. 1 വർഷം 1.5 വർഷം കിടപ്പുണ്ട് ഇനിയും. ഏത് വേദികളിൽ ഏത് നേതാവ് വരുന്നത് ഇനി കാണാം. ഒരു വർഷം മുമ്പ് ശശി തരൂരിനെ വിളിച്ചപ്പോ ഈ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സതീശനും കൊള്ളില്ല, ചെന്നിത്തലയും കൊള്ളില്ല, ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇഷ്ടമെന്ന്. അന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇന്ന് ശശി തരൂരിനെ തള്ളിക്കളഞ്ഞു. ഇതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPMന്റെ ഗതി. എന്താ അറിയാമോ? CPM ഒരു കാലത്ത് അല്ലല്ല ഞാൻ പറഞ്ഞെ, പഴയ കാലത്ത് CPM എങ്ങനെയാ വെച്ചാല് അവർ ഈ ഓർഗനൈസേഷണൽ എത്തിക്സ് ഒരു സാധനം ഉണ്ട്. അത് എങ്ങനെയാ വെച്ചാല് അവരെ വ്യക്തിപരമായിട്ട് പറയില്ല, സംഘടനാപരമായിട്ടേ പറയുള്ളൂ. ഇന്നത് മാറിയിട്ട് അത് നിന്നു. അപ്പൊ പിണറായി വിജയൻ പറയുന്നത് പിന്നെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി എത്തി. അതുകൊണ്ട് നാളെ ഇപ്പൊ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു സഭാ നേതൃത്വം ക്ഷണിച്ചാൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഗോവിന്ദ മാഷോട് എതിർപ്പ് ഉണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ അവർ ക്ഷണിക്കില്ല CPMനെ, LDFനെ ക്ഷണിക്കില്ല. എന്താ കാരണം അറിയാമോ? UDFന്റെ മുമ്പിൽ സമുദായ സംഘടനകൾക്ക് നിർദ്ദേശം വയ്ക്കാം,
അതുപോലെ ആവശ്യങ്ങൾ വെക്കാം. ശരി. LDF മുമ്പിലോ അപേക്ഷിച്ച് നിൽക്കണം. ആ വ്യത്യാസമുണ്ട്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം.